ദൈവ തേജസ്സിന്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും മാനവരാശിയുടെ പാപങ്ങൾക്കു പരിഹാരം കാൽവരിയാഗത്താൽ ഉളവാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലഭാഗത്തിരിക്കുന്നവനുമായ കർത്താവായ യേശുനാഥന്റെ പാദാന്തികേ നമിക്കുന്നു. ഭാഗ്യരാജ്യം ഒന്നുണ്ടതിൽ വാനശോഭ നിത്യം സായാഹ്നം അങ്ങുണ്ടാകില്ല അതിൻ സൂര്യൻ യേശു ക്രൂശിനെ വഹിക്കില്ല കിരീടം ധരിക്കും സൊല്ലുകേ നാം പാർക്കുമ്പോൾ ഭാഗ്യരാജ്യത്തിൽ നിത്യം ആഴിക്കക്കരെ സമാധാന നാട്ടിൽ വൻകാറ്റെല്ലാം അടങ്ങുന്നു അങ്ങു വേണം നീതി ക്രൂശിനെ വഹിക്കില്ല കിരീടം ധരിക്കും സൊല്ലുകേ നാം പാർക്കുമ്പോൾ ഭാഗ്യരാജ്യത്തിൽ നിത്യം വീടും ഒന്നുണ്ട് സ്വർഗീയ മന്ദിരം ഈഹേ നാം സ്നേഹിച്ചോർ നമ്മെ എതിരേൽക്കും അതിൽ ക്രൂശിനെ വഹിക്കില്ല കിരീടം ധരിക്കും സൊല്ലുകേ നാം പാർക്കുമ്പോൾ ഭാഗ്യരാജ്യത്തിൽ നിത്യം വേഗം മറയുമീ ലോകം വിട്ടു ഭാഗ്യലോകേ മിന്നും സൈന്യത്തെ ചേർന്നിടാൻ നാം വാഞ്ചിക്കുന്നെന്നും ക്രൂശിനെ വഹിക്കില്ല കിരീടം ധരിക്കും സൊല്ലുകേ നാം പാർക്കുമ്പോൾ
ഭാഗ്യരാജ്യത്തിൽ നിത്യം. ആത്മസ്വരൂപ ആനന്ദരൂപ ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. ആകാശവീഥികൾ ചായിച്ചിറങ്ങി ആത്മാവിൻ വേദിയിൽ വാണരുൾക. ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. അഴലുകളെല്ലാം അകറ്റി ഞങ്ങളെ അകതാറ് ശുദ്ധമായി തീർത്തിടേണേ. അഴലുകളെല്ലാം അകറ്റി ഞങ്ങളെ അകതാറ് ശുദ്ധമായി തീർത്തിടേണേ. അനുപമ സ്നേഹത്തിൻ ഈരടി പാടുവാൻ വികലനാഥാവരമരുൾക. നാഥാവരമരുൾക. ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. ആകാശവീഥികൾ ചായിച്ചിറങ്ങി ആത്മാവിൻ വേദിയിൽ വാണരുൾക. ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. ആശകളെല്ലാം നിറഞ്ഞൊരു ജീവിതം അടിയങ്ങൾ കാഴ്ചയായി നൽകിടുന്നു. ആശകളെല്ലാം നിറഞ്ഞൊരു ജീവിതം അടിയങ്ങൾ കാഴ്ചയായി നൽകിടുന്നു. ആനന്ദരാഗമായി അങ്ങിൽ ലയിക്കുവാനാദിസ്വരൂപ കൃപയരുൾക. നാഥാ കൃപയരുൾക. ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. ആകാശവീഥികൾ ചായിച്ചിറങ്ങി ആത്മാവിൻ വേദിയിൽ വാണരുൾക. ആത്മാവിൻ വേദിയിൽ വാണരുൾക. ആത്മാവിൻ വേദിയിൽ വാണരുൾക.
അനുഗ്രഹപ്പൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ. അനശ്വരനാം ജഗദീശ, അനുപമ സ്നേഹാം ബുദ്ധിയേ. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ. അനശ്വരനാം ജഗദീശ, അനുപമ സ്നേഹാം ബുദ്ധിയേ. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ. അഖിലവുമലിവാൽ തീർത്തവനേ, അനുദിന കൃപയാൽ നയിപ്പവനേ. അഖിലവുമലിവാൽ തീർത്തവനേ, അനുദിന കൃപയാൽ നയിപ്പവനേ. അവികല ജീവൻ ഉറവിടമേ, അതുലദയാമയനേ. അവികല ജീവൻ ഉറവിടമേ, അതുലദയാമയനേ. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ. അനശ്വരനാം ജഗദീശ, അനുപമ സ്നേഹാം ബുദ്ധിയേ. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ. അവനിയിലെല്ലാ നന്മകളും അരുളിടുമാശ്രിതവത്സലനേ. അവനിയിലെല്ലാ നന്മകളും അരുളിടുമാശ്രിതവത്സലനേ. സകലം നന്മയ്ക്കനുഗുണമായി സതതം തീർപ്പവനേ. സകലം നന്മയ്ക്കനുഗുണമായി സതതം തീർപ്പവനേ. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ. അനശ്വരനാം ജഗദീശ, അനുപമ സ്നേഹാം ബുദ്ധിയേ. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ. അരികിലെന്റെ യേശുവിൻ പ്രിയരൂപം ഞാനും കണ്ടേ.
ഞാനും കേട്ടേ. കേട്ടു നിന്ന നേരം ഈശോനാഥനെന്നെ നെഞ്ചോടു ചേർത്തു ചൊല്ലിയോ, നിന്നെ കാത്തു നിൽക്കും ഞാനരികിൽ എൻ്റെ യേശുവിൻ പ്രിയരൂപം ഞാനും കണ്ടേ. പറയുമോരോ വാക്കുകൾ തളരാതെ ഞാനും കേട്ടേ. ആരുണ്ട് നീയല്ലാതെന്റെ മൗനം മൂടും ദുഃഖം നീക്കാനായി? ആരുണ്ട് നീയല്ലാതെന്നിൽ കണ്ണീർ നീക്കും സ്നേഹം നൽകാനായി? ജനി മുതൽ മൃതി വരെ ഒടുവിലാ കുഴി വരെ നാഥൻ മനസ്സിതിലുണരും. നോവിൻ അനുഭവമകലും അരികിലെൻ്റെ യേശുവിൻ പ്രിയരൂപം ഞാനും കണ്ടേ. പറയുമോരോ വാക്കുകൾ തളരാതെ ഞാനും കേട്ടേ. ആഴക്ക് കണ്ണീരിനുപ്പും നന്ദി വാക്കും മാത്രം നൽകിടാം ഞാൻ. ആവോളം നാഥാ നിൻ നാമം എന്നും പാടാം പിന്നേ വന്നിടാം ഞാൻ. തളരവേ തുണയുമായി അണയുമെൻ ഇടയനെ, രാവും പകലിതു മുഴുവൻ വാഴ്ത്തി മനസുഖമറിയാം. അരികിലെൻ്റെ യേശുവിൻ പ്രിയരൂപം ഞാനും കണ്ടേ. പറയുമോരോ വാക്കുകൾ തളരാതെ ഞാനും കേട്ടേ. കേട്ടു നിന്ന നേരം ഈശോനാഥനെന്നെ നെഞ്ചോടു ചേർത്തു ചൊല്ലിയോ, നിന്നെ കാത്തു നിൽക്കും ഞാനരികിലെൻ്റെ യേശുവിൻ പ്രിയരൂപം ഞാനും കണ്ടേ. പറയുമോരോ വാക്കുകൾ തളരാതെ ഞാനും കേട്ടേ. പരമസ്നേഹരൂപനേ കരുണ തൻ കടലേ, അരികിലരികിൽ ചേർന്നു ഞാൻ തവ പദം പുൽകാം, തവ പദം പുൽകാം. പരമസ്നേഹരൂപനേ കരുണ തൻ കടലേ, അരികിലരികിൽ ചേർന്നു ഞാൻ തവ പദം പുൽകാം.
ഉയരുമെന്നതറിഞ്ഞതെന്നാലും ഉയരുമെന്നധരങ്ങളിൽ നിൻ സ്തുതിഗീതം. ഉയരുമെന്നധരങ്ങളിൽ നിൻ സ്തുതിഗീതം. നിൻ സ്തുതിഗീതം. പരമസ്നേഹരൂപനേ, കരുണ തൻ കടലേ, അരികിലരികിൽ ചേർന്നു ഞാൻ തവ പദം പുൽകാം, തവ പദം പുൽകാം. അരുണനൊളിവിൽ മായവേ ഇരുൾ പരക്കുമ്പോൾ പഥികനാം ഞാൻ ശിലയതിൽ മരുവിടുമ്പോഴും എൻ കിനാവിലങ്ങു തൻ അരികിലണയും ഞാൻ. എൻ കിനാവിലങ്ങു തൻ അരികിലണയും ഞാൻ. അരികിലണയും ഞാൻ പരമസ്നേഹരൂപനേ, കരുണ തൻ കടലേ, അരികിലരികിൽ ചേർന്നു ഞാൻ തവ പദം പുൽകാം, തവ പദം പുൽകാം. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. ൂഴിയായ ദേഹവും മായയാർന്ന ലോകവും വേർപിരിഞ്ഞു പോയിടും നിത്യമന്ദിരത്തിൽ ഞാൻ. അല്ലൽ തെല്ലുമേശിടാത്ത ക്ലേശമേതുമേറ്റിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ. വിശുദ്ധരൊത്തു വാഴുവാൻ, ഈശനെ പുകഴ്ത്തുവാൻ, ദൈവദൂതരൊത്തു നിത്യ ത്രിത്വഗീതി പാടുവാൻ. ധന്യമായ ജീവിതം പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മന്നിലെന്നു നിങ്ങളെന്നുമേ സ്മരിക്കണേ. കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ
നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രവർത്തിക്കും മഹിമയോട് അന്തിമ വിധിനാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടഞ്ഞ് നിർത്തണമേ നല്ല വരത്തു വലം പാകേ. ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കു താനും രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. മിശിഹാനാഥ മൃതരെല്ലാരും നിന്നി വിളങ്ങും വചനമൊടുണരാൻ വരമരുളേണം. മൃതരെല്ലാരും മിന്നി വിളങ്ങും മധുരമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും മധുരമൊടുണരാൻ വരമരുളേണം. ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആസന ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. തിരുസഭയുടെ നാമത്തിൽ ഔദ്യോഗികമായിട്ട് നമ്മൾ ചൊല്ലുന്ന ഈ പ്രാർത്ഥന നമ്മുടെ എളിയ പ്രാർത്ഥനയുടെ ഗുണം കൊണ്ട് മാത്രമല്ല, ഇത് വിധവയുടെ കൊച്ചുകാഴ്ച പോലെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ തിരുസഭയുടെ ഭണ്ണാകാരത്തിൽ നിന്ന് ഒരിക്കലും പറ്റാത്ത നിത്യ മൂല്യമുള്ള ഭണ്ണാകാരം സകല വിശുദ്ധരുടെയും നല്ല ആളുകളുടെയും പുണ്യ സാങ്കോപാംഗം അല്ലെങ്കിൽ യോഗ്യതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആധ്യാത്മിക ട്രഷറിയിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ദൈവം വളരെ ദയോടുകൂടി കാരുണ്യത്തോടു കൂടി നൽകുകയാണ്. അതിന് ആവശ്യമായിരിക്കുന്ന നമ്മുടെ എളിയ പ്രാർത്ഥനകളാണ് നമ്മിപ്പോൾ സമർപ്പിക്കുക. നമ്മുടേതായിട്ടുള്ള മെറിറ്റോ അതിൻ്റെ വലിപ്പമോ നോക്കിയല്ല, നമ്മുടെ എളിയ മനസ്സിനെ കണ്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഈ അപ്പച്ചൻ്റെ ആത്മശാന്തിക്കായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൈവമേ ഈ ചെറിയ കാഴ്ച നീ സ്വീകരിച്ച് ഈ അപ്പച്ചന് ആവശ്യമായ രീതിയിൽ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സാധിക്കുകയാണ്. തിരുസഭയുടെ ഔദ്യോഗിക നാമത്തിൽ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അതാണ് ഇങ്ങനെയുള്ള ഔദ്യോഗിക പ്രാർത്ഥനകൾക്കുള്ള മെച്ചം. ആ രീതിയിൽ നമുക്ക് ഈ പ്രാർത്ഥനകളെല്ലാം ഈ അപ്പച്ചൻ്റെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിച്ച് കാഴ്ചവെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സകലത്തിൻ്റെയും നാഥനും ദൈവമായ മിശിഹായെ,
നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദേവദന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷയരായി കപടങ്ങൾ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന പ്രതീക്ഷാ നിർഭരമായ ഒരു ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ പിതാവിനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിൽ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ ഇടവക കൂട്ടായ്മയിൽ നിന്ന് മരണം മൂലം നിത്യസ്വഭാഗ്യത്തിനായി യാത്ര തിരിക്കുന്ന ഒരു പേര് നമുക്ക് അന്ത്യാഭിവാദങ്ങൾ അർപ്പിക്കാം. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിലെ അംഗങ്ങളെ ഇടവക സമൂഹത്തിൻ്റെ ഇവിടെ കൂടിയ മുഴുവൻ ആളുകളുടെയും പേരിൽ അനുശോചനം അറിയിക്കുകയും അവരുടെ വേദനയിൽ അവരോടൊത്ത് പങ്കുചേരുകയും ചെയ്തുകൊണ്ട് ഈ തിരുക്രമങ്ങൾ ആരംഭിക്കുകയാണ്. കഴിവതും ആളുകൾ ഈ പന്ത്രണ്ടോട് ചേർന്ന് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. അനുദപിക്കുന്ന പാവനത്തെ സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പരിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളെയും പരിമള സസ്യങ്ങളെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നതിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ അനുകൂലമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവനം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിർത്തിനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നാരത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായി കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിർത്തിനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവൻ നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കിട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിർത്തിനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയായി ഞങ്ങളെ ശിക്ഷിക്കുകയും നീതിയാൽ മനോഹരരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും
ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. ദ്രവനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോട് ചിരകാലം ആനന്ദത്തോടുവാണിടുവാൻ ദാസനു വരമെന്നരുളേണം. ആശ്രയമഖിലമടയ്ക്കുന്നു മറ്റൊരു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുക നവജീവൻ. കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുളി ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. വാക്യങ്ങൾ ശാന്തി നിലക്കു പകർന്നേടും മർത്തിത പുണരുന്നു. ക്ഷയമുള്ളവർ ക്ഷയനാകും മറ്റുടേവം സകലേശം നികരാനൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദ്രവനാം മിശിഹാ കർത്താവേ, വാഴ്ത്തി പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. മഹിമയുടന്തിമവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിറുത്തണമേ. നല്ല വലുത്തു വലം പാടി നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേ, രക്ഷകനായ ദൈവമേ, രാവുമകൾ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ വഹിച്ച നമ്മുടെ കർത്താവ് ശംസിഹായുടെ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ടായി എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവിനാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും പരിതാപത്തോടെ ഭക്തിയോടും കൂടെ വന്ന് കർത്താവെ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ
നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഉത്ഥാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായെ നിന്റെ ദാസന്റെ പാവങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെ ചർച്ചക്കാരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുന്നതിനെ ആദിക്ക് ഞങ്ങളുടെ പാപങ്ങളും അയച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മകനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിനും ഭൂമിയിലും സുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനീ, എന്തിനു കരയുന്നു? വ്യാകുലമാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമറിഞ്ഞ് ഇളകും കടൽ പോലെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ. പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായി കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ വാഗ്ദാന ദൈവയുടെ നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്തോത്രത്തോടെ ഞങ്ങളെ വാഴ്ത്തുന്നു. കണ്ണീരിലും അങ്ങേ കാരുണ്യം തേടുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിനു സ്തുതി. പ്രിയരേ, നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല. പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ
യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ ചേരാൻ പ്രിയരേ കാണാം അവിടെ പിരിയാം ഇപ്പോൾ കാണാം അവിടെ നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച് പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു എൻ കുറവുകളേതുമേ സഹിച്ചു എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു എൻ കുറവുകളേതുമേ സഹിച്ചു അപ്പച്ചൻ്റെ നിര്യാണത്തിൽ ഭൂമിയോട് കഠിനമായി മല്ലടിച്ച് സമർത്ഥമായ രീതിയിൽ അധ്വാനിച്ച് ദൈവം നൽകിയിരിക്കുന്ന കായശേഷിയും ബുദ്ധിശക്തിയും മറ്റ് വൈഭവങ്ങളും വേണ്ട രീതിയിൽ വിനിയോഗിച്ച് കൃഷിയിൽ എന്നതുപോലെ തന്നെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിലും നല്ല ഒരു കുടുംബത്തെ വളർത്തിയെടുക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുക. നല്ലൊരു കുടുംബനാഥൻ, ഒരപ്പൻ, വല്യപ്പൻ,
എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ കുടുംബത്തോട് മറ്റ് മക്കൾക്ക് അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല മാതൃക അവശേഷിപ്പിച്ചുകൊണ്ടാണ് കടന്നു പോവുക. കത്തോലിക്ക വിശ്വാസത്തിൽ അടിയുറച്ച വിശ്വാസം നമ്മൾ പറയുന്നത് പോലെ തന്നെ ശരിക്കും അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നയാളാണ്. ദൈവം എല്ലാവർക്കും ഉടയവനാണ് എന്നുള്ള സത്യം നമ്മുടെ കാരണവന്മാർ ചോദിച്ചാൽ അധികമൊന്നും ഭേദപാഠം അവർ പറഞ്ഞുകൂടാ. എങ്കിലും ദൈവം എല്ലാവരുടെയും ഉടയവനാണ്. ദൈവം സർവശക്തനാണ്. ദൈവം സ്നേഹമാണ്. ദൈവം കരുണയാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർക്കറിയാം. കൊച്ചുമക്കൾക്കും പറഞ്ഞു കൊടുത്തുകൊണ്ട് വെറും വാക്കുകൾ പറയുകയല്ല, ജീവിതത്തിൽ മാതൃകയാക്കി കാണിച്ചു കൊടുത്തുകൊണ്ട് ആ രീതിയിൽ അവരെ ശിക്ഷണത്തിൽ വളർത്തിക്കൊണ്ട് ഒരു ചരിത്രം സൃഷ്ടിച്ച കാരണവന്മാരാണ് നമുക്കെല്ലാമുള്ളത്. അതുപോലെ ഒരിക്കലും മായാത്ത ഒരു ചരിത്രത്തിൻ്റെ സൃഷ്ടാവ് തന്നെയാണ് നമ്മുടെ ഈ അപ്പച്ചൻ. അദ്ദേഹത്തിൻ്റെ മക്കൾ അത് അഭിമാനത്തോടെ ഓർമ്മിക്കും. നാട്ടുകാരും ഇടവകക്കാരും തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ സേവനത്തെ ഇടവകയ്ക്ക് വേണ്ടിയിട്ട് നാടിന് വേണ്ടി ചെയ്ത സേവനങ്ങളെ അനുസ്മരിക്കും. എനിക്ക് അധികമൊന്നുമായ രീതിയിൽ പറയുവാൻ അറിഞ്ഞുകൂടാ. എങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നാട്ടുകാർക്ക് ഇടവകക്കാർക്ക് പ്രിയങ്കരനായ ഒരു നല്ല സഹോദരൻ അല്ലെങ്കിൽ ഒരു അപ്പച്ചനായിരുന്നു. ആ നിലയിൽ ഈ ഇടവക സമൂഹത്തിൽ നിന്ന് വേർപെടുന്ന ഒരു വലിയേറിയ ജീവിതമാണ് ഇന്ന് നമ്മുടെ യാത്ര പറഞ്ഞ് ആരംഭിക്കുക. എന്താണ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ച് എല്ലാം വളരെ വ്യക്തമായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ അന്തിമ ശുശ്രൂഷയിൽ പുരുഷന്മാർക്കായിട്ടുള്ള പ്രബോധന ഗാനം ഇന്ന് പാടിയപ്പോൾ പെട്ടെന്ന് എൻ്റെ ചിന്തയിൽ വന്ന ഒന്നാണ്. അതിൻ്റെ ഇരണികൾ ഇങ്ങനെയാണ്: മരണം വരുമൊരു നാൾ ഓർക്കുക മധ്യാനി, കൂടെ പോരും നീ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. എല്ലാ തിയോളജിയും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. മരണം വരുമൊരു നാൾ, സംശയമില്ല, ഓർക്കുക മധ്യാനി, എന്നും ഓർമ്മിക്കേണ്ടതാണ്. ഞാൻ ഈ കാരണവന്മാരെ സംബന്ധിച്ച് അധികം വേദപാഠം അറിഞ്ഞില്ല എങ്കിലും ഇങ്ങനെയുള്ള അടിസ്ഥാന തത്വങ്ങളുള്ളപ്പോൾ ഈ ഒരു വലിയ വാചകം അവർക്ക് ഉത്തേജനം നൽകിയിരുന്നു. ഒരു നാൾ മരണമുണ്ട്, അത് ഉറപ്പാണ്, എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. ചെയ്തികൾ എന്ത് തന്നെ ആയിരുന്നാലും അത് നിന്റെ കൂടത്തിൽ പോരുകയാണ്. അതിനെ നീ താഴെയിട്ടിട്ട് ഒറ്റയ്ക്ക് കടന്നു പോവുക സാധ്യമല്ല. അത് സൽകൃത്യങ്ങളാകാം, ദുഷ്കൃത്യങ്ങളാകാം. സൽകൃത്യങ്ങളാണ് എന്നുവെങ്കിൽ അതിന് നല്ല സമ്മാനമുണ്ടാകും, ദുഷ്കൃത്യമാണ് എങ്കിൽ അതിന് ശിക്ഷയുമുണ്ടാകും. അതുകൊണ്ട് നീ ദുഷ്കൃത്യങ്ങളിൽ നിന്ന് വിട്ട് സൽകൃത്യങ്ങൾ ചെയ്യുക, അലസത കൂടാതെ എന്നാണ് പറയുക. ഇത് നമ്മുടെ കാരണവന്മാരെല്ലാം ഭംഗിയായി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മനസ്സിലാക്കി പ്രാവർത്തികമാക്കി മക്കൾക്ക് പകർന്നു കൊടുത്തിട്ട് കടന്നു പോകുക, അല്ലെങ്കിൽ കൂടുതൽ ഒരു പിടിയുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടി കടന്നു പോകുക മനസ്സിലാകുന്നതേകം ആ ഒരു വലിയ പാഠമാണ് മക്കളും മറ്റുള്ള നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത്. നന്മ പ്രവർത്തികൾ ചെയ്ത് ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടപ്പെട്ടതായി തിരിച്ചു കഴിയുമ്പോൾ അതെല്ലാം ഒരു ചിന്തിക്കാശിന്റെ മുകളിൽ കുറവില്ലാതെ ദൈവം അത് കണക്കിലെടുത്തുകൊണ്ട് അതിൻ്റെ 10 മടങ്ങായിട്ടോ 100 മടങ്ങായിട്ടോ എത്ര 1000 മടങ്ങായിട്ടോ വേണമെങ്കിൽ ദൈവം അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് വിധവയുടെ കൊച്ചുകാശിനെ അനുഗ്രഹിച്ച യേശു നമുക്കെല്ലാം കാണിച്ചു തന്ന ഉദാഹരണത്തിലൂടെ നിങ്ങളുടെ നിശ്ചയം എന്തുമാത്രമായി കൊള്ളട്ടെ, ആ നിശ്ചയത്തെ ഇതാ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരികയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കൂ എന്നുള്ള രീതിയിൽ ചോദിക്കുക പറഞ്ഞിട്ടുണ്ട്. കുചേലന്റെ കയ്യിൽ നിന്ന് വിശന്ന് നിൽക്കുന്ന ശ്രീകൃഷ്ണൻ കുചേലന്റെ ആ വിയർപ്പടങ്ങിയ പൊതിയിൽ നിന്ന് എന്തെങ്കിലും എഴുതി കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞപ്പോൾ വിയർപ്പിൽ കുഴിച്ച ഒരു പിടി അവന് മാത്രമായിരുന്നു. അത് ആർത്തിയോടെ അദ്ദേഹം വായി പ്രശിച്ചു എന്ന് പറഞ്ഞത് എന്താണ് കയ്യിലുള്ളത്, എന്ത് നന്മയാണ് കയ്യിലുള്ളത് കാണട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് ദൈവമേ ഉള്ളത് എന്ന് പറഞ്ഞ് അഭിമാനത്തോടു കൂടി കാഴ്ചവെക്കുവാൻ അദ്ദേഹത്തിന് കഴിവുള്ളത്. ഇത്രയും വലുതാക്കി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് ആവശ്യമായ രീതിയിൽ അതിനെ സമർത്ഥമാക്കിക്കൊണ്ട് അനുകരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മളിന്ന് കൂടിയിരിക്കുന്നവര് തീർച്ചയായും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ബന്ധുക്കളായിട്ടും സഹോദരങ്ങളായിട്ടും നാട്ടുകാരായിട്ടും കൂടിയിട്ടുള്ള എല്ലാവരും, പ്രത്യേകിച്ച് മക്കളേക്കാൾ കൂടുതലായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്.
ഈ സുഹൃത്ത് അല്ലെങ്കിൽ ഈ നല്ല അപ്പച്ചൻ, ഈ നല്ല അയൽക്കാരൻ, നല്ല ഇടവക്കാരൻ, നല്ല മാതൃകാ പുരുഷൻ, ദൈവമേ എൻ്റെ മുമ്പിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തോട് തീർച്ചയായിട്ടും ദൈവം സന്തോഷപൂർവ്വം ക്ഷമിക്കുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ഇദ്ദേഹത്തിന് ഇടയാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എല്ലാവിധമായ അനുഗ്രഹങ്ങളും ദൈവം അദ്ദേഹത്തിന് പ്രദാനം ചെയ്യട്ടെ. കുടുംബാംഗങ്ങളോടും മറ്റ് ജനങ്ങളോടും ഒരിക്കൽ കൂടി അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നല്ല ഇടയനായ കർത്താവ് ആ ഇടയൻ്റെ ശിശുക്കളാണ് ഈ ആട്ടിൻകുട്ടിയെ നല്ല കൂടാരത്തിലേക്ക് അല്ലെങ്കിൽ നല്ല പാളയത്തിലേക്ക് പ്രവേശിപ്പിച്ച് സർവ്വവാസികളുടെയും കൂട്ടത്തിൽ അല്ലെങ്കിൽ സർവമാലാത്മാരുടെ വിശുദ്ധരുടെയും കൂട്ടത്തിൽ ഒരുക്കമായിട്ട് ആ ഗണത്തിൽ എണ്ണപ്പെടട്ടെ, എണ്ണട്ടെ. അദ്ദേഹവുമായി ചേർന്ന് സ്തുതിക്കുന്ന ഒരു നല്ല മാലകയായി നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഉണ്ടായിരിക്കട്ടെ എന്നുള്ള ആ വലിയ പ്രാർത്ഥന നമുക്ക് സമർപ്പിക്കാൻ അദ്ദേഹത്തിന് എല്ലാവിധമായ അനുഗ്രഹങ്ങളും ദൈവം ക്ഷമാപൂർവ്വം നൽകട്ടെ, കൃപാപൂർവ്വം സമർത്ഥമാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജീവന്റെയും
ദാസന്റെ ആത്മാവിനെ നിദ്വാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മനോവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിവിഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സോപ്പാ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞേക്കാൾ വന്മയുള്ളവനാകും. ഈ കബറിടം പവിത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശുവഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കുവാമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പടിയാകുന്നു, പടിയിലേക്ക് തന്നെ മടങ്ങുമെന്നാണ് ചില സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മുഖത്തോടുകൂടി അവസാന ദിവസം തന്റെ വലതു ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകളത്തിന് ദൈവത്തിന്റെ ആസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല വരത്തു വലമ്പാകേ കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുദ്ധാനം രക്ഷയുമയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായോസം. അവരാത്മകീർത്തനങ്ങൾ പാടും മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴി അങ്ങേ സുതരോണവരെന്നോർക്കണമേ. അവരെല്ലാരും അവിശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. ആദിമുതലെല്ലാം തെളിവായി എന്നുടെ നാഥാനിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാപുത്രൻ റൂഹായേ മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതൽ എന്നേക്കുമാമേ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു.
ഈശോ മിശിഹാ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ തേടണമേ. പാപിനിക്ക് പ്രതി കൊടുത്ത് അവളെ വിശദീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്ന് സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മകമായ സർവേശ്വര. മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കറയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമടുകല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വരികനിരക്കായാതെ മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നതു കേൾക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ദൈവമേ എന്റെ പാവങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. ത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന വസ്തുത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കുരുക്കേറ്റിനു വേണ്ടി പ്രാർത്ഥിക്കുകയും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്ത എല്ലാവർക്കും പാടുമല കുടുംബത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. പോകുന്നു ഞാനിൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട,
സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർത്തു ഞാനെൻ പ്രയാണം പൂർത്തിയാക്കി. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. പോകുന്നു ഞാനെൻ വത്സലരെ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. കന്യാമറിയത്തിൻ നിർമ്മലരാ മക്കളായി ഭൂമിയിൽ ജീവിക്കുവിൻ. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. പോകുന്നു ഞാനെൻ വത്സലരെ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ.